ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പീച്ചിങ്ങ മസാലക്കറി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനൊരു പീച്ചിങ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാകും കേട്ടോ. നല്ല പോലെ തന്നെ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനത് 4 കഷ്ണാക്കിയിട്ട് ഇങ്ങനെ വാറിട്ടെടുത്തിട്ടുണ്ട്. ഇനി അതൊരു വിധം ഇത്രയുള്ളൊരു വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം അധികം ചെറുതാക്കി എടുക്കണ്ട, കാരണം കറിയിൽ കുഴഞ്ഞു പോകും. ഈ ഒരു വലിപ്പത്തിൽ ഞാനതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടില്ലേ, അത് നല്ലോണം ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് മൊരിഞ്ഞൊന്നും വരണ്ട, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേ ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പൊടികളുടെ പച്ചപ്പൊക്കെ ഒന്ന് പോണ വരെയും ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പീച്ചിങ്ങില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കറിയിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. നമുക്ക് ഒന്ന് അടച്ച് മൂടി വെക്കേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ പീച്ചിങ്ങൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ട് ഞാൻ ഒന്നും കൂടി അടച്ച് മൂടി വെക്കുന്നുണ്ട്. വീണ്ടും കുറച്ച് സമയമൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ പീച്ചിങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പീച്ചിങ്ങ മസാലയാണ്. എന്നിട്ട് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.